Hi all, welcome all to QMaster 4 episode of A&S Academy. നമ്മൾ ഇന്ന് QMaster 4ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. നമ്മുടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സോ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Coming to first question, auscultatory area in the left midclavicular line at the level of fifth intercostal space is options: tricuspid area, pulmonic area, aortic area, mitral area. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മിട്രൽ ഏരിയ ആണ്. ഇതിനെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലെ അപ്പെക്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ടിപ്പ്, അതായത് ഹാർട്ടിൻ്റെ ഇൻഫീരിയർ പോർഷനിൽ, മേളിലുള്ള സുപ്പീരിയർ, താഴെയുള്ള ഇൻഫീരിയർ പോർഷനിലാണ് ഹാർട്ടിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഉള്ളത്. അപ്പോൾ ഹാർട്ടിൻ്റെ അപ്പെക്സ് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ ഡയഫ്രത്തിലുമായിട്ടാണ് ഈ ഹാർട്ടിൻ്റെ അപ്പെക്സ് റെസ്റ്റ് ചെയ്യുന്നത്. അത് അനാറ്റമിക്കലി എങ്ങനെ പറയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസിൻ്റെ പേരാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻ്റർകോസ്റ്റൽ സ്പേസ്. അപ്പോൾ നമ്മൾ റിബ്സ് ലൊക്കേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസ്, 5ാമത്തെ ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് ഈ ഹാർട്ടിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അപ്പെക്സ് ഓഫ് ഹാർട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസ്, അത് ലെഫ്റ്റ് ഓഫ് ദി സ്റ്റേർണം എന്ന് പറയേണ്ടി വരും. സ്റ്റേർണൽ ബോണിൻ്റെ ലെഫ്റ്റിലായിട്ട് ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് നമ്മുടെ ഹാർട്ടിൻ്റെ അപ്പെക്സ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെഫ്റ്റ് മിഡ്ക്ലാവിക്കുലർ ലൈനിൽ ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏത് ഏരിയയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിട്രൽ വാൽവ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാണ് ബൈക്കസ്പിഡ് വാൽവ്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും നടുക്കായിട്ടാണ് മിട്രൽ വാൽവ് വരുന്നത്. അതിന് 2 കസ്പാണുള്ളത്. അതുകൊണ്ടാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിട്രൽ ഏരിയയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ മിട്രൽ ഏരിയയിലാണ്, ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് നമുക്ക് ഹാർട്ടിൻ്റെ അപ്പെക്സ് ഉള്ളതും ഈ ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ട്രൈക്കസ്പിഡ് ഏരിയ എന്ന് പറയുമ്പോഴത്തേനും റൈറ്റ് സൈഡിലുള്ള വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും നടുക്കുള്ള ട്രൈക്കസ്പിഡ് വാൽവ്. സോ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിൾ ട്രൈക്കസ്പിഡ് വാൽവ് വരും. പൾമോണിക് ഏരിയ എന്ന് പറയുമ്പോൾ പൾമണറി വാൽവ് ഉണ്ട്, അതായത് നമ്മുടെ പൾമണറി ആർട്ടറിയുടെ താഴെയുള്ള വാൽവ് പൾമോണിക് വാൽവ്, അതുപോലെ അയോട്ടയുടെ താഴെയുള്ള വാൽവ് അയോട്ടിക് വാൽവ്. ഓക്കെ, അതിനെ കൺസേൺഡ് ഏരിയാസ് ആയിട്ടാണ് ബാക്കി ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. സോ നമ്മുടെ റൈറ്റ് ആൻസർ മിട്രൽ ഏരിയ. കമ്മിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, പി വേവ് ഇൻ ദി ഇലക്ട്രോകാർഡിയോഗ്രാം റെപ്രസെൻറ്റ്സ്. നമ്മുടെ ഇ സി ജിയിൽ പി വേവ് കാണിക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഏട്രിയൽ ഡീപോളറൈസേഷൻ, ഏട്രിയൽ റീപോളറൈസേഷൻ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആൻഡ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. പി വേവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ സെല്ലുള്ള ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അതായത് നമ്മളെല്ലാവരും ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അവിടെ ഒരു ചേഞ്ച് വരുമ്പോഴാണ് ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മാറുന്നത്. അങ്ങനെ ഒരു ചേഞ്ചിനെ പറയുന്നതാണ് ഡീപോളറൈസേഷൻ. അപ്പോൾ ഡീപോളറൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള സോഡിയം അയൺ ചാനൽസ് ഓപ്പൺ ആവുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സക്സീഡിങ് ചേഞ്ചസ് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചേഞ്ചിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡീപോളറൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെല്ല് തിരിച്ച് നോർമൽ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരുന്നു. അതിനെ പറയുന്നതാണ് റീപോളറൈസേഷൻ. ആദ്യത്തെ ഡീപോളറൈസേഷൻ, രണ്ടാമത് വരുന്നത് റീപോളറൈസേഷൻ. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഇ സി ജിയിലുള്ള വേവ്സ് അല്ലെങ്കിൽ കോംപ്ലക്സസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പി വേവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഒക്കെ ഏട്രിയത്തിലോ വെൻട്രിക്കിളിലോ ഒക്കെ സംഭവിക്കാം. പി വേവ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ടൈമിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പി വേവ് ഇൻ ഇലക്ട്രോകാർഡിയോഗ്രാം റെപ്രസെൻറ്റ്സ് എന്താണ്? ഏട്രിയൽ ഡീപോളറൈസേഷൻ. അതുപോലെ നെക്സ്റ്റ് ഉള്ളത് പി വേവ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കോംപ്ലക്സ് ആണ് QRS കോംപ്ലക്സ്. അപ്പോൾ QRS കോംപ്ലക്സിൽ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. മേളിൽ പി വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ, QRS കോംപ്ലക്സ് വരുമ്പോൾ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ടി വേവ് വരുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ, തിരിച്ചു വരികയാണ്, ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരികയാണ്. സോ പി വേവ് QRS കോംപ്ലക്സ്, ടി വേവ്. പി വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ, QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആൻഡ് ടി വേവ് ഈസ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഈ 3 കൺസെപ്റ്റ്സും മനസ്സിലാക്കി വയ്ക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം.
Going to third question. Modifiable risk factors in case of hypertension include all except. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബേസിക്കലി ഒരു ഓൾ എക്സെപ്റ്റ് എന്നുള്ള ആ ഒരു പാർട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇൻ കേസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഹൈപ്പർ ടെൻഷനെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എക്സെപ്റ്റ്. അപ്പോൾ ഇതിവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് മീനിങ് വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സെപ്റ്റ് എന്നുള്ള ഒരു വേർഡ് വന്നപ്പോഴത്തേനും നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഒരു നെഗറ്റീവ് നേച്ചർ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ധൃതിയിൽ വായിക്കുമ്പോഴത്തേന് എക്സെപ്റ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൻസർ തെറ്റിപ്പോകും. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഏജ്, ഒബിസിറ്റി, സോൾട്ട് ഇൻടേക്ക്, ആൽക്കഹോൾ ഇൻടേക്ക്. ഇതിൽ റൈറ്റ് ആൻസർ ഏജ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. നമ്മൾ ഇവിടെ ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം പറയുന്നു, അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലും മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഏജ്, സെക്സ്, ഇതെല്ലാം നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരാളുടെ ഏജ് അഡ്വാൻസ് ആവുന്നതനുസരിച്ച് അയാൾക്ക് അസുഖം വരുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഏജ് എന്നുള്ളത്. അപ്പോൾ അത് നോൺ മോഡിഫൈബിൾ, മോഡിഫൈ ചെയ്യാൻ പറ്റാത്തത്. മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒബിസിറ്റി, സോൾട്ട് ഇൻടേക്ക്, ഇതെല്ലാം മോഡിഫൈബിൾ ആണ്. കാരണം ഒരാൾ വിചാരിച്ചാൽ ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നോൺ മോഡിഫൈബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സെപ്റ്റ് എന്നുള്ള വേർഡ് വന്നതുകൊണ്ട്. അതുകൊണ്ട് ഏജ് ആണ് നമുക്ക് മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ നോൺ മോഡിഫൈബിൾ ആയിട്ടുള്ളത്. ബാക്കി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒബിസിറ്റി നമുക്ക് മാറ്റാൻ പറ്റും, വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ സോൾട്ട് ഇൻടേക്ക്, നമുക്ക് ആഹാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് ഇൻടേക്ക് പറ്റും. ഇവിടെ പറയുന്ന ഹാർട്ട് ഫെയിലിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 gram സോൾട്ട് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ലാസ്റ്റ് വൺ ആൽക്കഹോൾ ഇൻടേക്ക്, അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. Fourth question. A patient receiving an antihypertensive medication complains of postural hypotension. This is an example of options: side effect, toxic effect, idiosyncratic effect, allergic effect. The right option സൈഡ് എഫക്റ്റ് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അത് വരുന്നത് ഒരു ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻ എടുക്കുന്ന കേസിലോ അല്ല പല കേസിലോ വരാറുണ്ട്. ആന്റി ഹൈപ്പർടെൻസീവ് ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ആന്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻ അല്ലെങ്കിൽ BP റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെഡിസിൻ എടുക്കുന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് ലൈൻ ഡൗൺ പൊസിഷനിൽ നിന്ന്, കിടക്കുന്ന പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് എണീറ്റിരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് പൊസിഷൻ, നിൽക്കുന്ന പൊസിഷനിലേക്കോ മാറുന്ന സമയത്ത് വരാവുന്ന ഡ്രോപ്പ് ഇൻ BP, അതായത് ഒരു 10 millimeters of mercury സിസ്റ്റോളിക് പ്രഷർ. നമുക്കറിയാം BP സിസ്റ്റോളിക് ബൈ ഡയസ്റ്റോളിക് എന്നാണ് പറയുന്നത്. നോർമൽ BP 120/80 ആണെന്നുണ്ടെങ്കിൽ 120 സിസ്റ്റോളിക് ആൻഡ് 80 ഡയസ്റ്റോളിക്. അതിൽ സിസ്റ്റോളിക് BP ഒരു 10 millimeters of മെർക്കുറി കുറയുകയും അതിനനുസരിച്ച് പേഷ്യൻറ്റിന് ഡിസിൻ്റെ സ്ഥലക്കറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ പറയുന്ന ആ ഒരു കാര്യത്തിനെ കമ്പൈൻഡ് ആയിട്ട് പറയുന്ന ഒരു ടേമാണ് പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. അപ്പോൾ ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻ എടുക്കുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ആ ഒരു കംപ്ലൈൻറ്റ് സൈഡ് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആയത്. വേറെ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിക് എഫക്റ്റ്, അത് മെഡിസിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് ആയിട്ട് പറയുന്നു. ദെൻ ഇഡിയോസിൻക്രാറ്റിക് എഫക്റ്റ്, അത് ഒരു മെഡിസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഹാംഫുൾ എഫക്റ്റിൽ വരുന്ന ഒരു ഫീച്ചറാണ്. അത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രം അല്ലെങ്കിൽ വളരെ ചെറിയ ചുരുക്കം പേഷ്യൻസിൽ മാത്രം കാണുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റിനെ പറയുന്ന പേരാണ് ഇഡിയോസിൻക്രാറ്റിക് എഫക്റ്റ്. അലർജിക് എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നതിന് പറയുന്ന അലർജിക് എഫക്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും പോളൻ അലർജി, ഡസ്റ്റ് അലർജി, അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അതിന് ഒരു എഫക്റ്റായിട്ട് ബോഡിയിൽ വരുമ്പോൾ അതിന് അലർജിക് എഫക്റ്റ് വരും. അപ്പോൾ ഇവിടെ ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷൻ എടുത്തിട്ട് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ വരുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അതൊരു സൈഡ് എഫക്റ്റിന് എക്സാമ്പിളാണ്. Next question. Lab findings which would indicate myocardial damage in a patient with suspected myocardial infarction is options: elevated SGOT and LDH, elevated total CPK and elevated SGOT, decreased CPK and SGOT, elevated CPK MB. അപ്പോൾ ഇതാണ് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്.
ഇവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻ്റ് മയോകാർഡിയൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫൈൻഡിങ്സ് എന്തെന്നാണ് ഓപ്ഷൻ ചോദിച്ചേക്കുന്നത്. അതിൽ ഡി ഓപ്ഷൻ ആയിട്ടുള്ള എലിവേറ്റഡ് CPK-MB എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഒരു പേഷ്യൻ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ആ മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ സമയത്ത് കുറച്ച് എൻസൈംസിൻ്റെ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ അല്ലെങ്കിൽ മയോകാർഡിയൽ ഡാമേജ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കുന്ന ഒരു ഫാക്ടറാണ് CPK-MB എന്നുള്ളത്. ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറയുന്നത് മയോകാർഡിയൽ മസിൽസിലുള്ള ഒരു എൻസൈമാണ്. അത് മയോകാർഡിയൽ മസിൽസിൽ മയോകാർഡിയൽ നെക്രോസിസോ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷനോ ഒക്കെ വരുന്ന സമയത്താണ് ഈ ക്രിയാറ്റിൻ കൈനേസ് എൻസൈം എലിവേറ്റഡ് ആവുന്നത്. ഈ ക്രിയാറ്റിൻ കൈനേസ് എൻസൈമിന് തന്നെ പല ഐസോമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഫോമാണ് CKMM എന്ന് പറയും. അത് സ്കെൽറ്റൽ മസിലെയാണ്. ഇനി കാർഡിയാക് മസിലിലെ നോക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ CKMB. അതല്ല ബ്രെയിൻ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ CKBB എന്നൊക്കെ പറയും. അത് ഓരോ കണ്ടീഷനിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ CKMB ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്രിയാറ്റിൻ കൈനേസ് പോലെ തന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫൈൻഡിങ് വരുന്നത് ട്രോപ്പോണിൻ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ TROP-T ഉണ്ട്, TROP-I ഉണ്ട്. TROP-I ആണ് സ്പെസിഫിക് മാർക്കർ. ഇതിൽ നമ്മൾ പറഞ്ഞ ക്രിയാറ്റിൻ കൈനേസ് എലിവേറ്റ് ആവുന്നത് ആദ്യമേ തന്നെ എലിവേറ്റ്, അതായത് ഒരു മയോകാർഡിയൽ ഇഞ്ചുറി അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് 1 hourനുള്ളിൽ തന്നെ CKMB എലിവേറ്റഡ് ആവും. TROP-Iയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ TROP-I എലിവേറ്റഡ് ആവുന്ന ഒരു MI നടന്നൊരു 3 hours വരെ കഴിയുമ്പോഴാണ്. അപ്പോൾ TROP-Tയും TROP-Iയും നോക്കിക്കഴിഞ്ഞാൽ TROP-T എലിവേറ്റഡ് ആവുന്ന 3 hours കഴിഞ്ഞിട്ടാണ്. TROP-I ആണ് പക്ഷേ കൂടുതൽ സ്പെസിഫിക് മാർക്കർ എന്ന് പറയുന്നത്. ECG ചേഞ്ച് ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ്. മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ വരുന്ന ECG ചേഞ്ച് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ST സെഗ്മെന്റ് എലിവേഷൻ, വൈഡ് QRS കോംപ്ലക്സ്, പ്രസൻസ് ഓഫ് U വേവ്, പ്രൊലോങ്ഡ് PR ഇന്റർവൽ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുമ്പോൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ECG ചേഞ്ച് എന്ന് പറയുന്നത് ST സെഗ്മെന്റ് എലിവേഷൻ ആണ്. അടുത്ത ഓപ്ഷൻസ് ആയിട്ടുള്ള വൈഡ് QRS കോംപ്ലക്സ് ഉണ്ട്, പ്രസൻസ് ഓഫ് U വേവ് ഉണ്ട്, പ്രൊലോങ്ഡ് PR ഇന്റർവൽ ഉണ്ട്. ഇതിൽ വൈഡ് QRS കോംപ്ലക്സ് കാണുന്നത് ഹൈപ്പർ കലീമിയയിലാണ്. വൈഡ് QRS കോംപ്ലക്സ് ഉണ്ട്. വേറെ കണ്ടീഷൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞത് വൈഡ് QRS കോംപ്ലക്സ് വരുന്നത് ഹൈപ്പർ കലീമിയയിലാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ഓപ്ഷൻ പ്രസൻസ് ഓഫ് U വേവ്. U വേവ് വരുന്നത് ഹൈപ്പോ കലീമിയയിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഓപ്ഷൻസ് പറയുന്നത്. QRS കോംപ്ലക്സ് കാണുന്ന ഹൈപ്പർ കലീമിയയിലും U വേവ് കാണുന്നത് ഹൈപ്പോ കലീമിയയിലുമാണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ പ്രൊലോങ്ഡ് PR ഇന്റർവൽ എന്നുള്ളതാണ്. ഇത് കൂടുതൽ കാണുന്നത് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്. നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലാണ് പ്രൊലോങ്ഡ് PR ഇന്റർവെൽ കാണുന്നത്. സോ ECG ചേഞ്ചസ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക. പല സെൻട്രൽ എക്സാംസിനും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഷ്യൻറ്റ് വിത്ത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് റിസീവിംഗ് IV GTN, ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി അസസ്ഡ് ഫ്രീക്വൻ്റ്ലി. IV GTN അല്ലെങ്കിൽ IV NTG യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നോക്കേണ്ട കാര്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഗ്ലൂക്കോസ്, ബ്രെത്ത് സൗണ്ട്സ്, യൂറിൻ ഔട്ട്പുട്ട്. ഇതിൽ നമ്മൾ NTG ഇൻഫ്യൂഷൻ പോകുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം നോക്കേണ്ടത് ബ്ലഡ് പ്രഷർ തന്നെയാണ്, സംശയമില്ല. ഫസ്റ്റ് ഓപ്ഷൻ ബ്ലഡ് പ്രഷർ ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം നമുക്കറിയാവുന്ന പോലെ NTG അല്ലെങ്കിൽ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രോഗ്ലിസറിൻ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ നൈട്രോഗ്ലിസറിൻസ് വരുമ്പോൾ പേഷ്യൻ്റ് വരാൻ ചാൻസ് ഉള്ള കണ്ടീഷൻ ഹൈപ്പോടെൻഷനിൽ BP കുറയുകയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ തന്നെ നോക്കണം എന്ന് പറയുന്നത്. ഈ BP കുറയ്ക്കുക എന്നുള്ളതല്ലാതെ NTGക്ക് വേറെയും എഫക്ട്സ് ഉണ്ട്. അതായത് ഒരു അഞ്ചൈന ഉള്ളൊരു പേഷ്യൻ്റാണ് നമ്മൾ NTG ഇൻഫ്യൂഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വാസോ ഡയലേഷനാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ICUവിൽ ഒരു പേഷ്യൻറ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ NTG ഇൻഫ്യൂഷൻ പോകുന്നു, പേഷ്യൻ്റ് BP നോർമലാണ്. പക്ഷേ അവിടെ കൊടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വാസോ ഡയലേഷൻ സംഭവിച്ചിട്ട് കൊറോണറി വെസൽസിലെ സ്പാസം മാറാൻ വേണ്ടിയിട്ട് അതുവഴി അഞ്ചൈനയിൽ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ NTG ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ GTN കൊടുക്കുന്നത്. NTG കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ തന്നെയാണ്. 8th question. A 47-year-old male is admitted with acute myocardial infarction. He is cold and clammy and has severe substernal chest pain with dyspnea. Which of the following intervention nurse will implement on a priority basis? Last word ശ്രദ്ധിക്കുക, priority basis. അപ്പോൾ priority basis ആദ്യം ചെയ്യുന്ന കാര്യം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് അക്യൂട്ട് MI ആണ്, കോൾഡ് ആൻഡ് ക്ലാമി, തണുത്ത് വിറച്ചിരിക്കുകയാണ്. ദെൻ സിവിയർ സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ഉണ്ട് പേഷ്യൻറ്റിന്, ഡിസ്നിയ ഉണ്ട്.
അപ്പോൾ അത്യാവശ്യമായിട്ട് ആദ്യം ചെയ്യേണ്ട എന്തെന്നാണ് ഓപ്ഷൻസ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ്: അഡ്മിനിസ്റ്റർ അഡ്രിനാലിൻ ഇൻട്രാകാർഡിയൽ, പ്രൊവൈഡ് എ ലൈറ്റ് ബ്ലാങ്കറ്റ്, പ്ലേസ് എ പേഷ്യൻ്റ് ഇൻ സെമി ഫോളോസ് പൊസിഷൻ, അഡ്മിനിസ്റ്റർ മോർഫിൻ ബൈ സ്ലോ IV പുഷ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മോർഫിനാണ്, ബൈ സ്ലോ IV പുഷാണ് കൊടുക്കേണ്ടത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെ MIയുടെ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ്, ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മോർഫിൻ എന്ന് പറയുന്നത്. മോർഫിൻ അവിടെ 1-2 എഫക്റ്റ് അവിടെ വരുത്തുന്നുണ്ട്. ഒന്നൊരു പെയിൻ മെഡിക്കേഷനായിട്ട് നമുക്കതിനെ കാണാം. ഓക്കെ, പെയിൻ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഹാർട്ടിലുള്ള ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രീലോഡ് കുറയ്ക്കാൻ മോർഫിന് പറ്റുന്നു. അപ്പോൾ പ്രീലോഡ് കുറയ്ക്കുമ്പോഴത്തേനും മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ്, ഹാർട്ടിന് വേണ്ട ഓക്സിജൻ ഡിമാൻഡും കൂടെ കുറയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ പെയിനും കുറയുകയാണ്. അപ്പോൾ നല്ലൊരു തെറാപ്യൂട്ടിക് എഫക്റ്റാണ് അവിടെ പേഷ്യൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ടാണ് മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ മോർഫിൻ കൊടുക്കുന്നത്. പക്ഷേ മോർഫിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സൈഡ് എഫക്റ്റ് ഓഫ് മോർഫിൻ കൂടെ അറിഞ്ഞിരിക്കണം. സൈഡ് എഫക്റ്റ് ഓഫ് മോർഫിൻ എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി ഡിപ്രഷനാണ്. അതായത് മോർഫിൻ നമ്മൾ എവിടെയാണോ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അവിടെ നമുക്ക് ഓക്സിജൻ സപ്പോർട്ടും വേണ്ടി വന്നാൽ ഒരു ഇൻറ്റുബേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉള്ള സ്ഥലത്ത് മാത്രമാണ് കഴിവതും ICUസിലാണ് മോർഫിൻ കൊടുക്കാറുള്ളത്. കാരണം മോർഫിൻ കൊടുക്കേണ്ടത് അവിടെ ഒരു അത്യാവശ്യമാണ്. കൊടുത്തു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ബ്രത്ത് എടുക്കാതെ ആയിക്കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഉള്ള സ്ഥലത്ത് വെച്ച് മാത്രം മോർഫിൻ കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കറക്റ്റായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്ലോ IV പുഷ് എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ആൻസർ അഡ്മിനിസ്റ്റർ മോർഫിൻ ബൈ സ്ലോ IV പുഷ് എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന അഡ്മിനിസ്റ്റർ അഡ്രിനാലിൻ ഇൻട്രാകാർഡിയ, അതായത് നമ്മൾ പുറമേ നിന്ന് ഒരു വലിയ നീഡിൽ വെച്ചിട്ട് സിറിഞ്ചിൽ അഡ്രിനാലിൻ ലോഡ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് ഇൻട്രാകാർഡിയാക്ക് കൊടുക്കുന്നതായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. അത് റോങ് ഓപ്ഷനാണ്. അത് മിക്കവാറും കൊടുക്കുന്ന കാർഡിയാക് അറസ്റ്റിൻ്റെ ടൈമിൽ CPR ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് ബ്ലാങ്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രയോറിറ്റി ബേസിസ് അതല്ല. പ്ലേസ് പേഷ്യൻറ്റ് സെമി ഫോളോസ് പൊസിഷൻ, ഉറപ്പായിട്ടും ഈ ഒരു ഡിസ്നി ഉള്ള സമയത്ത് സെമി ഫോളോസ് പൊസിഷൻ കൊടുക്കണം. അതിനേക്കാളും അത്യാവശ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മോർഫിൻ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. 9th question. A nurse prepares to administer digoxin to a 3-year-old child with a diagnosis of congestive heart failure. Nurse notes that epical rate is 110 beats per minute. On the basis of the findings, which nursing action is important? അപ്പോൾ ഇവിടെ നമുക്ക് ഡിജോക്സിൻ ഒരു കുട്ടിക്ക് കൊടുക്കണം. 3 വയസ്സുള്ളൊരു കുട്ടിയാണ്. കുട്ടിയുടെ ഡയഗ്നോസിസ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഇവിടെ എപ്പിക്കൽ റേറ്റ് 110 ബീറ്റ്സ് പെർ മിനിറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 110 ബീറ്റ്സ് പെർ മിനിറ്റ് എപ്പിക്കൽ റേറ്റ് ഉള്ള, അതായത് ഹാർട്ട് ബീറ്റ് അപ്പെക്സിൽ വെച്ച് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 110 ബീറ്റ്സ് ഒരു 3-year-old ചൈൽഡിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഡിജോക്സിൻ തീർച്ചയായിട്ടും കൊടുക്കാം. അതായത് ഡിജോക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സപ്പോസ് ഇപ്പോൾ അഡൽട്ടിനാണ് നമ്മൾ ഡിജോക്സിൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഹാർട്ട് റേറ്റ് അഡൽട്ടിനാണെന്നുണ്ടെങ്കിൽ 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ കൂടുതലായിരിക്കണം. 60ക്ക് താഴെയാണെങ്കിൽ കൊടുക്കില്ല. ഇനി അതല്ല ചൈൽഡ് ഏജ് ആണെന്നുണ്ടെങ്കിൽ 70 ബീറ്റ്സ് പെർ മിനിറ്റ് വേണം. അതല്ല ഇൻഫൻറ്റ് അപ് ടു 1 year ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ 90 ബീറ്റ്സ് പെർ മിനിറ്റിന് താഴെ പോയി കഴിഞ്ഞാലും കൊടുക്കാൻ പാടില്ല. ഇവിടെ കുട്ടിക്ക് 3-year-old ആയിട്ടുള്ള ചൈൽഡിന് 110 ബീറ്റ്സ് പെർ മിനിറ്റ് അപ്പോൾ തീർച്ചയായിട്ടും കൊടുക്കാം. ഡിജോക്സിൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു നെഗറ്റീവ് ക്രോണോട്രോപ്പിക് ഏജൻ്റാണ്. ക്രോണോട്രോപ്പിക് ഏജ് എന്ന് പറയുമ്പോഴത്തേനും ഹാർട്ട് റേറ്റ്, നെഗറ്റീവ് ക്രോണോട്രോപ്പിക് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഡിജോക്സിൻ. അപ്പോൾ നമ്മൾ സപ്പോസ് ഇപ്പോൾ 3-year-old ചൈൽഡിന് 70 താഴെയാണ് ഹാർട്ട് റേറ്റ് എങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം 70 ഉള്ളൊരു കുട്ടിക്ക് ഈ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഹാർട്ട് റേറ്റ് താഴും. അപ്പോൾ അത് ബ്രാഡിക്കാർഡിയയിലേക്ക് പോകും. അതുകൊണ്ടാണ് അവിടെ കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ നോക്കേണ്ട വേറൊരു ഫാക്ടറാണ്, ഡിജോക്സിനിൽ നോക്കേണ്ട ഒരു ഫാക്ടറാണ് പൊട്ടാഷ്യം. അതായത് ഹൈപ്പോകലീമിയ, അതായത് പൊട്ടാഷ്യം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഡിജോക്സിൻ കൊടുക്കാൻ പാടില്ല. പൊട്ടാഷ്യം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിജോക്സിൻ കൊടുക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കാർഡിയക് അറസ്റ്റ് വരെ ഉണ്ടാവും. Coming to last question. A 35-year-old smoker with a gangrene toe most probably suffers from options: thromboangiitis obliterans, second Raynaud's disease, atherosclerosis, arteriovenous fistula. ഇതിൽ
നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്നുള്ള ഓപ്ഷനാണ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് 35 ഇയേഴ്സ് ഉണ്ട് ഒരാൾക്ക്, ഓൾഡ് സ്മോക്കറാണ്, കാലിൽ ഗാംഗ്രീനാണ്, ടോയിൽ ഗാംഗ്രീനാണ്. ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്കറിയാൻ പറ്റും. അതായത് ഇതൊരു ഈ പറഞ്ഞേക്കുന്ന ഓപ്ഷൻ, അതായത് ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് അല്ലെങ്കിൽ നമ്മളതിനെ ബർഗേഴ്സ് ഡിസീസ് എന്ന് പറയും. ബർഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു വാസ്കുലർ അബ്നോർമാലിറ്റിയാണ്, ബ്ലഡ് വെസലിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റിയാണ്. അതൊരു ഒക്ലൂസീവ് ഡിസീസാണ്. അവിടെ സംഭവിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ആർട്ടറീസ് ഒക്ലൂഡഡ് ആയിട്ട് അതിൽ ബ്ലഡ് ഫ്ലോ നടക്കാതെ വരികയും അങ്ങനെ ഒരു ഗാംഗ്രീനിലേക്കും നെക്രോസിലേക്കും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് ബർഗേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ഒരു 20 to 40 ഇയേഴ്സ് ആയിട്ടുള്ള ഏജുള്ള ആൾക്കാർക്കാണ് കാണുന്നത്. യൂഷ്വലി സ്മോക്കിംഗ് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ്, ഇങ്ങനെ ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻസ് ഒരു സ്മോക്കിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു പ്രോഗ്രസ് ഒക്കെ ഈ ഒരു ഡിസീസിൽ കാണാൻ പറ്റും. അപ്പോൾ 35-year-old സ്മോക്കറാണ്, ഗാംഗ്രീൻ ഉണ്ട്, അദ്ദേഹത്തിന് വരാൻ ചാൻസ് ഉള്ള ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് തന്നെയാണ്. അതുപോലെയുള്ള ഒരു വാസ്കുലർ അബ്നോർമാലിറ്റി വരുന്ന വേറൊരു ഡിസീസാണ് റൈനോട്ട്സ് ഡിസീസ്. ദെൻ എത്രോസ്ക്ലിറോസ്, നമ്മൾ CAD കൊറോണറി ആർട്ടറി ഡിസീസിലുള്ള ബ്ലഡ് ഫോർമേഷനാണ് എത്രോസ്ക്ലിറോസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആർട്ടറിയും വെയിനും തമ്മിലുള്ള ഒരു അബ്നോർമൽ കണക്ഷൻ വരുന്നതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ 10th ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ കഴിയുകയാണ്. നമ്മൾ ഈ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഒരു സെൻട്രൽ എക്സാംസിനും നമ്മുടെ കേരള PSC, DME, DHS അങ്ങനെയുള്ള എക്സാംസിനും എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതോ പഠിച്ചു കഴിഞ്ഞതായിട്ടോ ഉള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.